This is God's own country, the most beautiful place in India. Welcome to Kerala. ഷെരീഫിക്ക, നമ്മുടെ ക്ലൗഡ്സ് ആൻഡ് റിസോർട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? ക്ലൗഡ്സ് ആൻഡ് റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ്. ഒരേ കസ്റ്റമേഴ്സ് തന്നെ തുടർച്ചയായിട്ട് ഒരുപാട് വട്ടം ഇവിടെ വന്നു പോയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുക. ഓക്കെ, ഇങ്ങനെ ഈ തുടർച്ചയായിട്ട് വരാനുള്ള ഏറ്റവും വലിയ കാരണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ടാവാം, പക്ഷെ നമ്മൾ എടുത്തു പറയുന്നത് നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ള കാരണം, അതായത് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുമല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഒന്ന്, ഇവിടുത്തെ സേഫ് ആൻഡ് സെക്യൂർ, പിന്നെ അതുപോലെ തന്നെ ഹൈജീനിക് റൂംസ്, അതുപോലെ ഹൈജീനിക് ഫുഡ്, പിന്നെ നല്ല ഇൻഫിനിറ്റി പൂള്, അതായത് നല്ല മൗണ്ടൈൻ വ്യൂ ഉള്ള നല്ല ഇൻഫിനിറ്റി പൂള്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്താണല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാലോ, എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞോളൂ. നല്ല അതെ, നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു റിസോർട്ടിനെ ഇത്രയും ഭംഗിയാക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന എക്കോ ഫ്രണ്ട്ലി ആണ് ഇവിടെ. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ്, നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഒരു കാര്യം കൂടി വിട്ടുപോയി, നല്ല പ്രൈവസി ഉണ്ട്. നിങ്ങൾക്കറിയാം, അതായത് ഓരോ കോട്ടേജുകളും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഒരു കോട്ടേജിൽ നിന്ന് ഒരു കോട്ടേജിലേക്ക് പ്രൈവസി പോവാത്ത രീതിയിലാണ് നമ്മുടെ ഈ കോട്ടേജൊക്കെ സെറ്റ് ചെയ്തത്. അതും എടുത്ത് പറയാവുന്ന വരുന്ന കസ്റ്റമേഴ്സൊക്കെ നമുക്കറിയാം, നമ്മളൊരു പ്രോപ്പർട്ടിയിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രൈവസിയാണ്. പ്രത്യേകിച്ച് ഒരു ഫാമിലി ആകുമ്പോൾ പ്രൈവസി ആഗ്രഹിക്കുക. അത് നമ്മൾ മാക്സിമം കീപ്പ് ചെയ്ത് പോകും. നമ്മുടെ ക്ലൗഡ്സ് ആൻഡ് റിസോർട്ടിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? ക്ലൗഡ്സ് ആൻഡ് റിസോർട്ട് നിൽക്കുന്ന മലപ്പുറം ജില്ലയിലാണ്, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ബോർഡറിലാണ്. ശരിക്കും കോഴിക്കോട് എന്ന് വേണമെങ്കിൽ പറയാം. കക്കാടംപൊയി ടൗണ്, അതായത് കക്കാടംപൊയിൽ മെയിൻ ടൗൺ ഉണ്ട്. ആ ടൗണിൽ നിന്ന് നമ്മൾ റിസോർട്ടിലേക്ക് ജസ്റ്റ് 1 കിലോമീറ്ററിൻ്റെ അടുത്തേ വരുന്നുള്ളൂ. അപ്പോൾ നല്ല റോഡ് ആക്സസ് ഉള്ള നല്ലൊരു സ്ഥലം കൂടിയാണ്. പിന്നെ കക്കാടംപൊയി നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ ഏറ്റവും നല്ല ക്ലൈമറ്റ് ഉള്ളൊരു സ്ഥലം കൂടിയാണ്. പിന്നെ അതേപോലെ നമ്മുടെ സ്ലോട്ട് അവൈലബിലിറ്റി ബുക്കിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? സ്ലോട്ട് അവൈലബിലിറ്റി നമ്മുടെ നിലവിൽ ത്രൂ കോളാണ് ചെയ്യുന്നത്. റിസപ്ഷനിൽ നമുക്ക് 2 സ്റ്റാഫ് ഏകദേശം ഫുൾ ടൈം കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഏറ്റവും വലിയൊരു ഭംഗിയായിട്ട് തോന്നിയതും ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് നമ്മുടെ ഈ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ്. ഈ ഒരു ആംബിയൻസിൽ ഇങ്ങനെ ഒരു റിസോർട്ട് പണിയണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ് വന്നത്? ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മൾ ഈ ഒരു സ്ഥലം വാങ്ങുന്ന സമയത്ത് കംപ്ലീറ്റ് മരങ്ങളും അതുപോലെ തന്നെ കാർഷിക വിളകളും ഉള്ളൊരു ഭൂമിയായിരുന്നത്. അപ്പോൾ അന്നേരം ഞാനിത് എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ആർക്കിടെക്റ്റിനോട് ആദ്യമായിട്ട് പറഞ്ഞത്, ഈ ഒരു മരങ്ങളൊന്നും നശിപ്പിക്കാതെ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ചിന്തിക്കാം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിനെ കൂടെ കിട്ടിയോണ്ട് നമുക്ക് അത് വളരെ വൃത്തിയായിട്ട് തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് മരങ്ങളൊന്നും നശിപ്പിക്കാതെ കുറച്ച് എക്സ്പെൻസീവായി കാര്യങ്ങൾ, എന്നാൽ കൂടി വളരെ നല്ലതായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. റിസോർട്ടിന്റെ വേറൊരു പ്രത്യേകതയാണ് ഇൻഫിനിറ്റി പൂള്. ഈ ഇൻഫിനിറ്റി പൂള് നമ്മൾ ഇവിടെ ഒന്നിലധികം ഫാമിലീസിനെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ടൈം ഷെഡ്യൂൾ എങ്ങനെയാണ് ഈ പൂളിലേക്ക് ഇറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ? ഇൻഫിനിറ്റി പൂളിനെ പറയുമ്പോൾ കക്കാടംപൊയിൽ ഫസ്റ്റ് വന്ന ഇൻഫിനിറ്റി പൂളാണ് നമ്മളത്. പല സ്ഥലത്തും ഇൻഫിനിറ്റി പൂൾ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി ആവില്ല, നമ്മളത് പക്ക ഇൻഫിനിറ്റി പൂളാണ്. ഇതിന്റെ സൈസ് വരുന്നത് 12.6 ആണ്, അതായത് 12 മീറ്റർ നീളം, 6 മീറ്റർ വീതി, 12 മീറ്റർ ഡെപ്ത്. ഇതുപോലെ തന്നെ ഇൻഫിനിറ്റി പൂളിൽ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഫിൽട്രേഷൻ നടക്കുന്നത്. ഇൻഫിനിറ്റി പൂളിൽ നമ്മൾ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് എടുത്തിട്ടുള്ളത്? ഇൻഫിനിറ്റി പൂളിൽ നമ്മൾ സർക്കാരിൻ്റെ ഒരു റെഗുലേഷൻസ് ഉണ്ട്, അതായത് 120 ആണ് ഒരു പൂളിൻ്റെ മാക്സിമം ഡെപ്ത് പറ്റുക. അത് നമ്മൾ പാലിച്ചിട്ടുണ്ട്. സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള സ്ഥലത്താവണം. അതുപോലെ തന്നെ പ്രൈവസി കൊടുത്തിട്ടുണ്ട്, നല്ല പ്രൈവസി കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കോട്ടേജിൽ നിന്നും അതുപോലെ തന്നെ റിസപ്ഷനിൽ നിന്നും അതിലേക്കൊരു വ്യൂ വരുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്, കുട്ടികൾക്ക് പൂൾ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് പാകമുള്ള ഒരു ഡെപ്തിലുള്ള ഒരു പൂളും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് പൂൾ ഉപയോഗിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഒരു ഗസ്റ്റ് നമുക്ക് അതിൽ കയറി കഴിഞ്ഞാൽ എൻട്രൻസ് ക്ലോസ് ചെയ്തിട്ട് ഫുൾ പ്രൈവസിയോട് കൂടി അവർക്ക് പൂൾ ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ ടൈം അലോട്ട് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ടൈം അലോട്ട്മെൻറ്റ് ശരിക്കും നമുക്ക് 8 റൂംസേ ഉള്ളൂ. അപ്പോൾ പൊതുവേ ഇവിടെ വന്നാൽ ഓരോ ഗസ്റ്റിനും സെപ്പറേറ്റ് ടൈം കിട്ടുന്നുണ്ട്. പൂളാണ് ഗസ്റ്റിന് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടാമത്തെ ഒരു പൂളും കൂടെ ചെയ്യുന്നുണ്ട്. അതും കൂടെ അതിന് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ ഗസ്റ്റിനും നമുക്ക് സെപ്പറേറ്റ് ടൈം കൊടുത്തിട്ട് അവരിഷ്ടം പോലെ പ്രൈവറ്റ് ടൈം ഉപയോഗിച്ച് തന്നെ പൂൾ ഉപയോഗിക്കാനുള്ളൊരു അവസരം തീർച്ചയായിട്ടും ഉണ്ടാകും. അത് അടുത്തൊരു 2-3 മാസത്തിനുള്ളിൽ പണി തീരും. നമുക്കിവിടെ 100% സേഫ്റ്റി പ്രൈവസി ഒക്കെ നമ്മളിവിടെ അഷ്യൂർ ചെയ്യുന്നുണ്ട്. എങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഈ സേഫ്റ്റി അല്ലെങ്കിൽ ഈ പ്രൈവസി കൊടുക്കാൻ? ഈ സേഫ്റ്റി ആൻഡ് പ്രൈവസി ഇത് രണ്ടും
നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിവിടെ വരുന്ന ഗസ്റ്റിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മെയിനായിട്ട് പ്രൈവസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 3.5 ഏക്കർ സ്ഥലമാണിത്. ഈ 3.5 ഏക്കർ സ്ഥലത്ത് നമ്മൾ ആകെ 8 റൂംസാണ് ചെയ്തിട്ടുള്ളത്. 5 കോട്ടേജുകളിലായിട്ട് 8 റൂംസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ആ പ്രൈവസിൻ്റെ ഒരു അർത്ഥം മനസ്സിലാവും. ഒരുപാട് കോട്ടേജ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതിൽ. പക്ഷെ നമ്മൾ ലാൻഡ്സ്കേപ്പും മരങ്ങളൊക്കെ നിർത്തി മാക്സിമം പ്രൈവസി കീപ്പ് ചെയ്ത് ഓരോ കോട്ടേജ് തമ്മിൽ ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്തിട്ട് ഏറ്റവും നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നിട്ടുള്ളത്. ആ രീതിയിലുള്ള ഒരു സ്ട്രക്ചർ വർക്കാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ കോട്ടേജും നമ്മൾ സേഫ് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ മൗണ്ടൻ വ്യൂ അത് എത്രത്തോളം കിട്ടുമോ അതിൻ്റെ മാക്സിമം കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓരോ സ്ട്രക്ചറും ചെയ്തിട്ടുള്ളത്. ക്ലൗഡ്സ് ആൻഡ് റിസോർട്ട് എങ്ങനെ ഒരു ഫാമിലി ഫ്രണ്ട്ലി റിസോർട്ടായിട്ട് മാറി? ഒരു ഫാമിലി റിസോർട്ട് എന്ന് പറയുമ്പോൾ ഫാമിലികൾ എപ്പോഴും ഫാമിലി റിസോർട്ടിലാണ് താമസിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മളൊരു ഫാമിലിയായിട്ട് പോകുമ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ, മിക്സഡ് അല്ല ആഗ്രഹിക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഫാമിലി ഒള്ളി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് കംപ്ലീറ്റ് അങ്ങനെ ആയി മാറി, ഫാമിലി ഒള്ളി എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റാ പേജിലൊക്കെ ആണെങ്കിൽ കണ്ടിട്ടുണ്ട് ഗേൾസ് ട്രിപ്പിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവർ അധികം പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന ഗസ്റ്റിൻ്റെ ഒരു 40% ഗേൾസ് ഒള്ളിയാണ്. ഹോസ്പിറ്റൽ സ്റ്റാഫ്, അതുപോലെ സ്കൂൾ ടീച്ചേഴ്സ് തൊട്ടിട്ട് ഒരുപാട് മേഖലയിൽ നിന്ന് നമുക്ക് ഗേൾസ് ഒള്ളി വരുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സേഫ് ആൻഡ് സെക്യൂർ എന്നുള്ള ആ ഒരു ആളുകൾ മനസ്സിലാക്കിയിട്ട് ആദ്യം ഒരു മൗത്ത് പബ്ലിസിറ്റി കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ നമ്മൾ ആ രീതിയിലുള്ള ഗസ്റ്റ് വരുന്നുണ്ട്. നമ്മളിവിടെ റിസോർട്ടിൽ ഇത്രയധികം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടും നമ്മൾ ഇവിടുത്തെ ഒരു പാക്കേജ്, നമുക്ക് ഇവിടുത്തെ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു അഫോർഡബിൾ റേറ്റിലാണ് ഇവിടെ നൽകണം. അപ്പോൾ അത് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ കണ്ടൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു നല്ല സർവീസ് കൊടുക്കണം, അത്യാവശ്യം നല്ലൊരു പ്രീമിയം പ്രോപ്പർട്ടി ആവണം, മിഡിൽ ക്ലാസ്സും ഹൈ ക്ലാസ്സിനും എല്ലാവർക്കും വരാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൈസ് കൊടുക്കണം, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആവണമെന്ന് ആദ്യം തീരുമാനിച്ചിരുന്നു. ഇതുവരെ പരമാവധി ഞങ്ങളത് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ പാക്കേജിനെ പറ്റി കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പാക്കേജ് എന്ന് പറയുമ്പോൾ സീസണബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല, ഓരോ സീസണിനനുസരിച്ചും ഒക്കെ അല്ലേ വരിക. എന്തായാലും നമ്മൾ കൊടുക്കുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്. ക്ലൗഡ്സ് ആൻഡ് റിസോർട്ടിലെ റൂംസ് ആൻഡ് അവിടുത്തെ അക്കോമഡേഷൻ, അതിന്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ക്ലൗഡ്സ് ആൻഡ് റിസോർട്ടിൽ നമ്മൾ ഫാമിലി ആണല്ലോ എടുക്കുന്നത്. അതിൽ നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഫാമിലീസും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയി വരുന്ന കപ്പിൾസ്, അതുപോലെ തന്നെ ചെറിയ ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ലേഡീസ് ഉള്ളിയും ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ടോട്ടൽ 5 കോട്ടേജുകളാണുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന 5 കോട്ടേജുകൾ. അത് ഞാൻ പറഞ്ഞല്ലോ, നല്ല പ്രൈവസി കൊടുത്ത് സെപ്പറേറ്റ് ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്സസ് ഉണ്ടാവും. അപ്പോൾ ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് നല്ല സൗകര്യം ഉണ്ടാവും. ഇപ്പം നമുക്ക് 5 കോട്ടേജുകളിലായിട്ട് 8 റൂംസാണ് വരുന്നത്. അപ്പോൾ 8 റൂംസ് ആകുമ്പോൾ നമുക്കൊരു ആൾമോസ്റ്റ് ഒരു 40 ഗസ്റ്റ് വരെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് സ്റ്റേ കൊടുക്കാൻ പറ്റും. അതിൻ്റെ മേപ്പോട്ട് 50 വരെ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കംഫർട്ടായിട്ടുള്ള സ്റ്റേ എന്ന് പറയുന്നത് ഒരു 40 മെമ്പേഴ്സാണ്. അതുപോലെ തന്നെ കപ്പിൾസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ട്രീ കോട്ടേജുകളുണ്ട്. നല്ല കംഫർട്ടാണ്. അതുപോലെ തന്നെ ചെറിയ ഫാമിലീസ് ഉണ്ടാവും. അതായത് ഒരു 10 പേര് 5 പേരൊക്കെ ഉള്ള അവർക്ക് നിങ്ങൾ ട്വിൻസ് കോട്ടേജ് ഉണ്ട്. 2 റൂംസ് അറ്റാച്ച് ആയിട്ട് വരുന്നുള്ള കോട്ടേജ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കിഡ്സ് പ്ലേ ഏരിയ, നല്ല കിഡ്സ് ഏരിയ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഗ്രൂപ്പ് ഓഫ് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് നല്ല കളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അതിൻ്റെയൊക്കെ പുറമെ നമുക്ക് നല്ലൊരു സൗണ്ട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഒരു ഗ്യാതറിങ്ങോ ഒരു പാട്ടോ കാര്യങ്ങളൊക്കെ ആൾമോസ്റ്റ് എല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിവിടെ ഗ്രൂപ്പ് ബുക്കിംഗ് ആയിട്ട് ചെയ്യാറുണ്ടോ? ഗ്രൂപ്പ് ബുക്കിംഗ് ഇഷ്ടംപോലെ വരുന്നുണ്ട് നമുക്ക്. കാരണം പ്രത്യേകത എന്ന് വെച്ചാൽ അധികം റൂംസ് ഇല്ലല്ലോ, 8 റൂംസേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു അഫോർഡബിൾ പ്രൈസിന് നമുക്ക് ഫുൾ പ്രോപ്പർട്ടി സെല് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പൂളടക്കം ഇവിടുത്തെ കോമ്പൗണ്ടിലെ എല്ലാ അമ്യൂണിറ്റീസും അവർക്ക് പ്രൈവറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല, ബുക്കിംഗ് ആകുമ്പം സിംഗിൾ ബുക്കിംഗ് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നമ്മൾ ഒരു ഡിസ്കൗണ്ടൊക്കെ ചെയ്തിട്ട് ഒരു അഫോർഡബിൾ പ്രൈസിന് കൊടുക്കാൻ പറ്റുന്നു. നമ്മളിവിടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എല്ലാ റിസോർട്ടുകളിലും ഒരുവിധം കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് അത്യാവശ്യം നല്ലൊരു ബൊഫറ്റ് ആയിട്ടുള്ള നല്ല നാടൻ ഫുഡ്, അങ്ങനെ പറയാം, വെജാണ്, കംപ്ലീറ്റ് വെജ് ആയിട്ടുള്ള നാടൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. അതുമാത്രമല്ല, നമുക്കത് എടുത്തു പറയാം, നല്ല ഹൈജീനിക്കാവും, പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല, നല്ല ക്വാളിറ്റിയിൽ നിങ്ങളൊന്ന് കണ്ടതാണ്. അപ്പോൾ എല്ലാവരും നല്ലൊരു അഭിപ്രായം പറയുന്ന നല്ലൊരു നോർമൽ കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ മെയിനായിട്ട് ഹൈലൈറ്റ് ആയി തോന്നിയതാണ് ഈ ഒരു ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് ഇങ്ങനെ ഇവിടെ തുടക്കം തൊട്ടുള്ളതാണോ? അല്ല, തുടക്കത്തിലല്ല. നമ്മളൊരു ഏകദേശം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം നടത്തിയിട്ടുള്ളത്.
ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അവർക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫാമിലിയൊക്കെ വരുമ്പോൾ ഒന്നിച്ചിരുന്നിട്ട് ഒരു വ്യൂ കാണാനുള്ളൊരു പോയിന്റ്. നമുക്ക് എല്ലാ റൂംസിനും ഒരേപോലെയുള്ള വ്യൂ ഉണ്ട്, പക്ഷേ മൗണ്ടൻ വ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ കൂടി ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് നിന്ന് വ്യൂ എടുക്കുക, അത് കാണുക, അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഫോട്ടോഷൂട്ട് ഏരിയയും കൂടെയാണ്. റൈറ്റ് ടു വീൻ്റെ ഒക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റാണ്. ഞാൻ പിന്നെ ഒരു ശ്രദ്ധിച്ച കാര്യമാണ് ഈ പേര്. നമ്മുടെ ഈ ക്ലൗഡ്സ് ആൻഡ് റിസോർട്ട് ഒരു യൂണിക് നെയിം ആയിട്ട് എനിക്ക് തോന്നി. അതിന് ഈ ഒരു പേരിലേക്ക് വരാനുള്ള കാരണം എന്താണ്? അതിന്റെ ആൻസർ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. അതായത് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഏകദേശം ടൈമിലൊക്കെ ഇവിടെ ഒരു ക്ലൗഡ് വരുന്നുണ്ട്, അപ്പോൾ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഇട്ടിട്ടുള്ളൊരു പേരാണ്. നമ്മളിവിടെ സെലിബ്രേഷൻ പ്രോഗ്രാം ഒക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ടോ? സെലിബ്രേഷൻസ് എടുക്കുന്നുണ്ട്. വെഡിങ് ആനിവേഴ്സറി, അതുപോലെ തന്നെ ബർത്ത്ഡേ ഫംഗ്ഷൻസ്, വിക്ടറി ഫംഗ്ഷൻസ്, അത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ഫംഗ്ഷൻസ്, അതുപോലെ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ്, അതുപോലുള്ള എല്ലാ സെലിബ്രേഷൻസും അതുപോലെ തന്നെ ഗെറ്റ് ടുഗദേഴ്സും ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ വരുന്നുണ്ട്. ക്ലൗഡ്സ് ആൻഡ് റിസോർട്ടിനെ ബാക്കിയുള്ള റിസോർട്ടുകളിൽ നിന്ന് യൂണീക്കായി നിർത്തുന്ന കാര്യം എന്താണ്? മെയിനായിട്ട് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്, ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ മറ്റുള്ള റിസോർട്ടുകളിൽ നോക്കുമ്പോൾ ഒരേ സ്റ്റൈലിലുള്ള റൂംസാണ് ഉണ്ടാവുക. നമ്മൾ ഇതിൽ 5 കോട്ടേജ് ഉള്ളത് ഓരോന്നും മറ്റേന്ന് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെ താല്പര്യത്തിനും അനുയോജ്യമായിട്ടുള്ള കോട്ടേജുകളുണ്ട്. സിംഗിൾ റൂം വേണ്ടവർക്ക് അതുണ്ട്, ഡബിൾ റൂം വേണ്ടവർക്ക് അതുണ്ട്, വുഡിൻ്റെ കോട്ടേജ് വേണ്ടവർക്ക് അതുണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള പിന്നെ ഇഷ്ടിക വാളൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ അതുണ്ട്, പിന്നെ നല്ല ഭീമി ആയിട്ടുള്ള അതും നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിവിടെ ട്രെക്കിംഗ് പ്രൊമോട്ട് ചെയ്യാറുണ്ടോ? ട്രെക്കിംഗ് ഒരു റിസോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ കപ്പിൾസ് ഒക്കെ വരുമ്പോൾ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഫോട്ടോ ഷൂട്ട് എന്നുള്ള രീതിയിലും അല്ലാത്ത രീതിയിലൊക്കെ ഒരു വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ട്രെക്കിംഗ് എപ്പോഴും ആവശ്യപ്പെടും. നമ്മളതിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമുക്ക് പല പാക്കേജ് ഉണ്ട്. അതിൽ മൗണ്ടൻ വ്യൂ കാണുന്ന ട്രെക്കിംഗ് ഉണ്ട്, ഫോറസ്റ്റ് കൂടെ പോകുന്ന ട്രെക്കിംഗ് ഉണ്ട്, വാട്ടർഫാൾ കാണിക്കുന്ന ട്രെക്കിംഗ്, അങ്ങനെ 2-3 പാക്കേജുകളായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ സൗകര്യം ചെയ്യുന്നുണ്ട്. അത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ചെയ്യുന്നത്. നമുക്കിവിടെ സ്ലോട്ട് അവൈലബിലിറ്റിയും അതേപോലെ ബുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? നമുക്ക് റിസപ്ഷനിൽ 2 സ്റ്റാഫ് ഏകദേശം 24 ഹവറും അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അത് കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ആർക്ക് വിളിച്ചാൽ ഏത് സമയത്തും എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നുണ്ട്. ക്ലൗഡ്സ് ആൻഡ് റിസോർട്ടിൻ്റെ ഇനി ഫ്യൂച്ചർ ആയിട്ടുള്ള എന്തൊക്കെയാണ് നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? ഇനി എന്തൊക്കെ റിനോവേഷൻ വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്? എക്സ്പാൻഷൻ ആൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ബിസിനസ്സും കൂടെയാണല്ലോ. അപ്പം നമ്മൾ ഇവിടെ വരുന്ന ഗസ്റ്റിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് അവരെ ഒരു സജഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു എക്സ്പാൻഷൻ കഴിഞ്ഞതാണ്, അടുത്ത എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അതായത് നമുക്കൊരു പൂൾ വില്ല വരുന്നുണ്ട്. അതിന് ഇഷ്ടംപോലെ ഇവിടെ വരുന്ന ഗസ്റ്റൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, ഏറ്റവും കൂടുതൽ ഇവിടെ വന്നാൽ ആളുകൾ ഉപയോഗിക്കാനും എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പൂളാണ്. എല്ലാവർക്കും ഒരു പ്രൈവറ്റ് ടൈം നല്ല കംഫർട്ടായിട്ട് കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് രണ്ടാമത്തെ ഒരു പൂളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ ഒരു കോട്ടേജ് നമ്മൾ ഒരു എക്സ്ട്രാ ഒരു കോട്ടേജും കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ പുറമെ നമ്മൾ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ വയനാട്, ഊട്ടിയിലേക്കൊക്കെ ഇതിൻ്റെ ഒരു ബ്രാഞ്ചും കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ റിസോർട്ടിൽ ഒരു വർക്ക് സ്പേസ് ഫെസിലിറ്റി ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? നിലവിൽ നമുക്ക് എല്ലാ റൂംസിലും അതിനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ റിസപ്ഷനിൽ നല്ല കാറ്റും വെളിച്ചും കൊണ്ട് ഇരുന്നുകൊണ്ട് തന്നെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ പുറമെ നമ്മൾ ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റിൻ്റെയൊക്കെ ഒരു സജഷൻ വെച്ചിട്ട് നമ്മളൊരു പ്രൈവറ്റ് വർക്ക് സ്പേസും കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞങ്ങളെ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഉണ്ടാവും. നമുക്കിപ്പോൾ ഈ ബ്രിഡ്ജിൽ നിന്നാണെങ്കിലും കോട്ടേജിൻ്റെ ഒരു ബാൽക്കണിയിൽ നിന്നാണെങ്കിലും വ്യൂ എന്ന് പറയുന്നതിൽ അപ്പുറം ഒരു നോക്കിയാൽ കാണാം ഒരു 8ഓളം മലകൾ കൂടി നിൽക്കുന്ന നല്ലൊരു ഫോറസ്റ്റാണ്. അതായത് ഒരു കാലത്തും മങ്ങിപ്പോകാൻ സാധ്യതയില്ലാത്ത, മാത്രമല്ല നല്ല കോട വരുന്ന സമയമാണ്. ഇന്നിപ്പോൾ നമ്മുടെ ഈ ഒരു സമയം ആയതുകൊണ്ടാണ് കോട ഇല്ലാതെ. അതുപോലെ തന്നെ നമുക്ക് വാട്ടർഫാൾ, നമുക്ക് കോഴിപ്പാറ വാട്ടർഫാൾ നമുക്ക് ഇവിടെ കോട്ടയിൽ നിന്ന് കാണാൻ പറ്റും. എല്ലാ കോട്ടേജിൽ നിന്നല്ല 1-2 കോട്ടയിൽ നിന്ന് കാണാൻ പറ്റും. അതുപോലെ കുരിശുമല, ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ് കുരിശുമല. ആ കുരിശുമലയെ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് ക്ലിയർ വ്യൂ കിട്ടും. നമുക്ക് ഇപ്പോൾ നമുക്ക് ആലോചിച്ചാൽ അറിയാം, ബിസിനസ് ആണെങ്കിലും സ്റ്റഡീസ് ആണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് നല്ല സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു ദിവസം ഈ ഒരു തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ശാന്തമായിട്ട് സേഫ് ആൻഡ് സെക്യൂറായിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ലൗഡ്സ് ആൻഡ് റിസോർട്ടിൽ ഞങ്ങൾ നിങ്ങളെ എല്ലാവരും വെൽക്കം ചെയ്യും.